കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടാ 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 രാമാ 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 രാമേട്ടാ, അയ്യോ രാമേട്ടാ, എടാ വേണ്ട രാമ, വേണ്ടടാ രാമ, വേണ്ടടാ എടാ രാമ, എന്താ ഇത്? വേണ്ടടാ രാമ, പറയുന്ന കേക്ക്, വേണ്ടടാ പറയുന്നത് കേക്ക്. രാമ എടാ രാമ, നിനക്ക് വട്ടായോടാ? അതേമേ, എനിക്ക് വട്ട. ഇവിടെ ഇങ്ങനെ ഒരുത്തിയാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് വട്ട് പിടിച്ചതമ്മേ. എങ്ങനെയെങ്കിലും ഇതൊന്നും തീർത്തോട്ടെ അമ്മേ. എന്റെ പൊന്ന് രാമ, ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ. രാമ വേണ്ടടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കത്തിക്കരുത്, വേണ്ട രാമ, നീ അത് കത്തിക്കല്ലേ, വേണ്ടടാ. ജീവനോടെയുള്ള മോളുടെ ഫോട്ടോ കത്തിക്കരുത്. അവള് മരിച്ചുപോയി, മരിച്ചുപോയമ്മേ. എന്നെ മാനം കെടുത്തി അന്ന് തന്നെ എന്റെ ഇളയ മോള് മരിച്ചു പോയതാ. എന്തിനാടാ നിന്റെ മോളോട് ഇത്രയും വിദ്വേഷം വെച്ച് പുലർത്തുന്നേ? തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോടാ? എന്നും പറഞ്ഞൊരു കുഞ്ഞിനെ ശിക്ഷിക്കുന്നതിന് അതിരില്ലേ? സുലേഖ എന്താടി വായടച്ചോണ്ട് നിൽക്കുന്നേ? നീ പ്രസവിച്ച മോളല്ലേ ഇത്? അല്ല, ഇവളെന്റെ മകളെയല്ല, വൈദേഹി മാത്രം എന്റെ മകള്. വൈദേഹി വൈദേഹി വൈദേഹി. രാമ, നിന്റെ ചോരയിൽ ജനിച്ച കുഞ്ഞിനേക്കാളും ഒക്കെ ആ അനാഥപ്പിണ്ടമാണോടാ നിനക്ക് വലുത്? ഇനി വൈദേഹി അനാഥയാന്ന് പറഞ്ഞു പോകരുത്. അമ്മയാണെന്ന് പോലും ഞാൻ നോക്കില്ല. അവളാ എന്റെ മകള്, ഈ ദരിദ്രവാസിയല്ല. ഇന്ന് തൊട്ട് ഈ വീട്ടിൽ ഇവളുടെ പേര് പോലും ഉച്ചരിക്കരുത്. ഇവളെ കുറിച്ചുള്ള ഓർമ്മ പോലും ഇവിടെ ഉണ്ടാകരുത്. വേണ്ടടാ രാമ, തെറ്റ് ചെയ്യരുത്. വേണ്ട രാമ, ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ. എനിക്ക് ജനിച്ച മകൾ, അവളെ ഞാൻ തീക്കിരയാക്കി, കരിഞ്ഞ് ചാമ്പലായി. ശ്രേയേ, എന്റെ മോളെ, എന്റെ കുഞ്ഞിപ്പ എവിടെയാണോ എന്തോ. ഇവിടെ ഇതേ നിന്റെ അച്ഛൻ നിന്റെ ഫോട്ടോ കത്തിച്ചു കളഞ്ഞു. അവിടെ ആ അനാഥപിണ്ഡം. അവളിപ്പം നിന്റെ ഭർത്താവിന്റെ മടി കിടക്കുകയായിരിക്കും. ശ്രേയേ, വൈദേഹി, എന്റെ ശ്രേയമോളുടെ ഫോട്ടോ മാത്രമേ കത്തിപ്പോയിട്ടുള്ളൂ. പക്ഷേ നിന്റെ ശരീരത്തോടെ ഇതുപോലെ കത്തണം. കത്തിക്കും ഞാൻ. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സത്യം മനസ്സിലാക്കിയപ്പോ തൊട്ടുള്ള എന്റെ വിഷമമുണ്ടല്ലോ, അതൊന്നും ഉള്ളിലൊതുക്കാൻ ഞാൻ പെട്ട പാട്, ആ പെടച്ചിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല വൈദേഹി. നിന്നോട് എനിക്ക് ഭ്രാന്തമായ സ്നേഹമുള്ളതുകൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെന്ന് വിചാരിച്ച് നിന്റെ താളത്തിനൊത്ത് നീ പറയുന്ന എന്തും സഹിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ചോ? നീ അറിയണം, നമ്മൾ ആഗ്രഹിച്ച പരിഗണന നമുക്ക് കിട്ടിയില്ലെങ്കിൽ
എത്രമാത്രം വേദനയുണ്ടാവൂന്ന്. അതിനേക്കാൾ ഉപരി പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഒന്നുമല്ലാത്ത ചില കാരണങ്ങൾക്ക് വേണ്ടി ഒരു വിലയില്ലാത്ത രീതിയിൽ നമ്മളെ മാറ്റി നിർത്തുമ്പോഴുള്ള വേദന എന്താണ്? ആ പിടച്ചിൽ എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല വൈദേഹി. ദയവ് ചെയ്ത് ഞാൻ ദേവേട്ടന് വില തന്നില്ലെന്ന് മാത്രം പറയരുത്. എന്റെ മനസ്സിനകത്ത് ദേവേട്ടന്റെ സ്ഥാനം ഒത്തിരി ഉയരത്തില്ല. അയ്യോ വേണ്ടേ. ഒരു കാലത്ത് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ പട്ടിയെപ്പോലെ നിന്റെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അത് കേൾക്കുമ്പോ എന്നോട് വെറുപ്പ് തോന്നാ. എനിക്കെന്ന് മാത്രമല്ല, നമ്മൾ തമ്മിലുള്ള പ്രണയത്തിനോ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനോ നീ ഒരല്പം പോലും വില കൽപ്പിച്ചിരുന്നില്ല. അത് നീ സമ്മതിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെയാ. ഇത്രയും കാലം നിന്റെ അച്ഛനും നിന്റെ അനുജത്തിക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ഒരു വലിയ രഹസ്യം നീ ഒളിപ്പിച്ചു വെച്ചില്ലേ? ഇപ്പൊ അതേ കുടുംബത്തിന് വേണ്ടി മറ്റൊരു രഹസ്യം കൂടി നീ ഒളിപ്പിക്കണം. എവിടാ? ഇവിടേക്കാ ഞാൻ ഇട്ടത്. നോക്ക്. എവിടെ കിട്ടിയോ വരണേ? ഏയ് ഇല്ല ഊർമിളെ, ഇവിടെ തന്നെ ആണോ ഇട്ടത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ തന്നെ ഇട്ടത്. എന്നാ പിന്നെ അത് എവിടെ പോനാ വരൺ? പേടിച്ച് നീ വേറെ വല്ലയിടത്തേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നീ ഇതവിടെ ഇട്ടതിന് ശേഷം വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവോ? ഇല്ല, ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ഇവിടെ വലിയ പ്രശ്നമില്ലായിരുന്നോ? ഇവിടെ എവിടെയെങ്കിലും കാണുമോ അത്? എന്നാ അത് എവിടെയാ നോക്ക്. കിട്ടി ഊർമിളെ. വല്യച്ഛന്റെ ചോര നീ കണ്ടോ ഊർമിളെ? ഇതുവരെ ഉറഞ്ഞിട്ട് പോലും ഇല്ല. ഈ കത്തി കൊണ്ട് കുത്തിയിട്ടും അയാൾ മരിച്ചില്ലേ? അതല്ലേ എന്റെയും സംശയം. അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇതിനെയാണ് കഷ്ടകാലം എന്ന് പറയാ. ഒടുക്കത്തെ ആയുസ. ഈ കത്തി വല്ലവരുടെയും കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ കഷ്ടകാലമായനെ. തൽക്കാലം തൊണ്ടി മുതൽ കിട്ടിയില്ലോ. ഓ ഹാപ്പി. ആരാ അവിടെ? ഇന്ദു അമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ അത് എവിടെങ്ങാണോ ഇട്ടിട്ട് ഇന്ദു അമ്മയെ മാനേജ് ചെയ്യും. അവിടെ ആരാ? നീയായിരുന്നോ? നീ ഇവിടെ എന്തെടുക്കാ വരണേ? ഞാൻ ഇങ്ങനെ ഇന്ദുമ്മ, ഞാനൊരു ഫോൺ ചെയ്യുമായിരുന്നു ഇന്ദുമ്മ. ഹലോ, ഞാൻ വരേടാ. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലോ അല്ലേ? ശരി ശരി ശരി. ദേവേട്ടൻ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഒരിക്കലും ദേവേട്ടനെ ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. സത്യം തുറന്ന് പറഞ്ഞില്ലെന്നേ. മതി സാമ്പ്രാണിത്തിരി. നിന്നെ സാമ്പ്രാണിത്തിരി എന്ന് വിളിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സും ശരീരവും പുളകം കൊള്ളുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെനിക്ക് പൊള്ളുന്നത് പോലെയാ. നീ എന്നിൽ നിന്ന് ആ സത്യം മറച്ചതിന്റെ ഫലമാണ് ഇതൊക്കെ.
എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കെന്റെ ശരീരാകെ വിറയ്ക്കുക. അതും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്രയും കാലം ഈ സത്യം ബുദ്ധിപൂർവ്വം നീ ഒളിപ്പിച്ചതുപോലെ മറ്റൊരു സത്യം കൂടി ഒളിപ്പിക്കേണ്ടി വരും. നിനക്കത് ശീലമാണല്ലോ. അതെന്താണെന്ന് നിനക്കറിയണ്ടേ? ഇന്ന് ഈ നിമിഷം മുതല് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവുമായിരിക്കും. പക്ഷേ ഈ 4 ചുമരിനുള്ളിൽ എനിക്കും നിനക്കും തമ്മില് യാതൊരു ബന്ധവുമില്ല. എന്തായി പറയുന്നത്? പഴയ ദേവനായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയില്ലെന്ന് ഈ വീട്ടിലെല്ലാവരോടും തുറന്നു പറഞ്ഞേനെ. പക്ഷെങ്കിൽ നിന്റെ കുടുംബക്കാരുടെ രക്ഷയെ കരുതിയല്ലേ ഇത്രയും നാളും നീ ഈ സത്യം എന്നോട് ഒളിപ്പിച്ചു വെച്ചേ. അപ്പൊ ഞാനും എന്റെ ആൾക്കാരുടെ സന്തോഷം നന്മയൊക്കെ ചിന്തിക്കണ്ടേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് ഇൻസ്പിറേഷൻ തന്നതും താങ്കൾ തന്നെയാ. ഏതായാലും നമ്മൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ തീരുമാനിക്കാത്ത സ്ഥിതിക്ക് ഒന്നിച്ച് കിടക്കുന്നതും തെറ്റാ. ഇതില് ഞാനല്ല കിടക്കുന്നേ, നീ കിടക്കണം. എനിക്ക് താഴെ കിടക്കാൻ കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ താഴെ കിടന്ന് എനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പോലും അറിയാതെ പകുതി ഉറക്കത്തിൽ ചിലപ്പോ വന്ന് ഈ കിടക്കയിലേക്ക് കിടന്നു പോയാലോ? അപ്പൊ നിന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് കരുതി നീ ചിലപ്പോ എന്നെ തെറ്റിദ്ധരിച്ചാലോ? അതുകൊണ്ട് നീ താഴത്ത് കിടന്നാ മതി. എന്റെ രാമ, എന്തൊരു ചോദ്യം ചെയ്യലായിരുന്നു. വാശി പിടിച്ച പെട്ടെന്നൊന്ന് ഇറങ്ങി വരുന്ന ആളല്ല. ദേവേട്ടന്റെ വാശി എങ്ങനെയാ ഒന്ന് കുറയ്ക്ക? ഇതിപ്പോ വല്ലാത്തൊരവസ്ഥയാണല്ലോ. നീ അവിടെ തന്നെ കുത്തിപ്പിടിച്ച് നിൽക്കാതെ പോയി കിടക്കാൻ നോക്ക്. ദേവേട്ടൻ്റെത് ദേഷ്യമല്ല, പരിഭവം. ഇതൊക്കെ സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടാവുന്നതാ. ഇതൊന്ന് പരുവപ്പെടുത്തിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. നോക്കാം. എന്റെ ദേവേട്ടനല്ലേ. എന്തിനാ വീണ്ടും നോക്കിയിരിക്കുന്നേ? ഭാര്യയും ഭർത്താവും അല്ലാത്ത സ്ഥിതിക്ക് പരസ്പരം നോക്കുന്നത് പോലും ഒഴിവാക്കുന്നതാ നല്ലത്. അങ്ങോട്ട് തിരിഞ്ഞിടന്ന് ഉറങ്ങിയാ മതി. അതെയോ? എന്നാ ഞാനൊന്ന് നോക്കട്ടെ. എത്ര കാലം ഇങ്ങനെ അകന്നിരിക്കുമെന്ന്. ഈ പരിഭവം ഒരുക്കാൻ ഒത്തിരി നാള് വേണ്ടെന്ന് എനിക്കറിയാം ദേവേട്ട. കിളവി പോയി കിടന്നോടാ? പോയെന്നാ തോന്നുന്നു. കത്തി എവിടെയാ വെച്ചത്?
വീണ്ടും ഇവിടെ എവിടെയോ കളഞ്ഞ്. അതെവിടെയുണ്ടെന്ന് നോക്ക്, നോക്കടാ. ആ, ആ. എത്ര നേരമായി, പെട്ടെന്ന് എടുക്ക്, വീണ്ടും ആരെങ്കിലും വരുവേ. ഹാ, അത് കാണുന്നില്ല. ഇവിടെ എവിടെയാ ഇട്ടത്? ഏ കാണുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെ വരണേ? നീ ഇവിടുന്ന് പോയിട്ട് ഒത്തിരി നേരമായില്ലല്ലോ. ഇന്ദു അമ്മേനെ കണ്ട വെപ്രാളത്തില് ഞാൻ പുറയിലേക്ക് അങ്ങ് വലിച്ചെറിയായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വീണത്. നീ എനിക്കിപ്പോ വല്ലാത്തൊരു തലവേദനയായിരിക്കാണല്ലോ. അതാരുടെങ്കിലും കൈ കിട്ടിയാല് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതില് നിന്റെ കൈരേഖ വരേണ്ടെന്ന് ഓർക്കണം. രണ്ടിലൊന്നും ചിന്തിക്കാതെ പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചു കളയും. നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താന്നറിയോ? അപ്പൊ തന്നെ അത് എടുത്തോണ്ട് എവിടെയെങ്കിലും കളയേണ്ടതായിരുന്നു. ഇവിടെ തന്നെ വെച്ചിട്ട് പോവോ? ആദ്യം അത് എടുക്കാൻ നോക്ക്, ഫാസ്റ്റ്. കത്തി ഇവിടെ എങ്ങും ഇല്ലല്ലോ. ഒന്നുകിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പോഴത്തെ ടെൻഷനിൽ നീ വേറെ എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞു കാണും. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे. നിന്നോട് എനിക്ക് ഭ്രാന്തമായ സ്നേഹമുള്ളതുകൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെന്ന് വിചാരിച്ച് നിന്റെ താളത്തിനൊത്ത് നീ പറയുന്ന എന്തും സഹിച്ച് ജീവിക്കുമെന്ന് വിചാരിച്ചു. അതെന്താണെന്ന് നിനക്കറിയണ്ടേ? ഇന്ന് ഈ നിമിഷം മുതല് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവുമായിരിക്കും. ശ്രീരാമ, ദേവേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. പുറത്ത് മാത്രമേ അത്രേ ഭാര്യയും ഭർത്താവും. 4 ചുമരുകൾക്കുള്ളിലല്ല അത്രേ. ഇതെവിടുത്തെ ന്യായാണെന്ന് നീ തന്നെ പറയേ. എന്നെ അത്രയും അധികം ഇഷ്ടപ്പെട്ടിരുന്നയാളാ. അപ്പൊ ഞാൻ ഭാര്യയാണെന്നറിയുമ്പോ എന്നെ സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കൂ എന്നും ഒരു ക്ഷണം പോലും പിരിഞ്ഞിരിക്കില്ല എന്നല്ലേ കരുതിയേ.